ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ക്രിസ്റ്റീസ് വ്ളോഗ്സ്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇനി നമുക്ക് നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങയില മുട്ടത്തോരൻ ഉണ്ടാക്കാം. ഇത് നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് പാനിലേക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുക. അത് നന്നായിട്ട് ചൂടായതിന് ശേഷം കടുകിട്ട് പൊട്ടിക്കണം. അതൊന്ന് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിവിടെ വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. വറ്റൽമുളക് ഇട്ടിട്ട് ജസ്റ്റ് അതൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം കുഞ്ഞുള്ളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം അത് ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിക്കുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് പച്ചമുളകാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത് എരിവിനായിട്ട്. ഇനി ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ. ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മൾ ഒത്തിരി ഇതാവണ്ട, പക്ഷേ ഒരു മീഡിയം ആവുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു ബ്രൗണിഷ് കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർക്കാം. അതിനായിട്ട് ഇവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രമാണ് ഞാനിവിടെ ചേർക്കുന്നത്. മുളകിനായിട്ട് പച്ചമുളക് എടുത്തേക്കുന്നത് കൊണ്ട് മുളക് പൊടി ചേർക്കുന്നില്ല. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മളിവിടെ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇതുപോലെ നന്നായിട്ട് ഇത് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് മുരിങ്ങയില ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഓൾറെഡി ഞാൻ കഴുകി വാരി മാറ്റി വെച്ച മുരിങ്ങയില കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ഇടുമ്പോൾ ഒത്തിരി പോലെ തോന്നും, പക്ഷേ നമ്മൾ കറി ഉണ്ടാക്കി വരുമ്പോൾ ഇതിൻ്റെ പകുതിയെ കാണത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് കൂടുതൽ എനിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ ആ മുരിങ്ങയിലെല്ലാം ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ നന്നായിട്ട് ഇതൊന്ന് അരപ്പൊക്കെ അതിനകത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഓൾറെഡി ചെറുതായിട്ട് മുരിങ്ങയിലയിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിരുന്നു. പിന്നെ ഇത് വേവാൻ ഒരുപാട് സമയമൊന്നും വേണ്ട, കുറച്ച് സമയം മാത്രം മതി. പിന്നെ മുരിങ്ങയിലയുടെ ഉപയോഗമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കാഴ്ചശക്തിക്കൊക്കെ നല്ലതായിട്ടുള്ള ഒരു ഇലക്കറിയാണ് കേട്ടോ മുരിങ്ങയില. നമുക്ക് നമ്മുടെ ശരീരത്തിന് ബെസ്റ്റായിട്ടുള്ളൊരു ഇലക്കറി തന്നെയാണ് മുരിങ്ങയില. അപ്പോൾ ഇടയ്ക്കൊക്കെ കഴിക്കുന്നത് നല്ലതായിരിക്കും. കണ്ടപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് നമ്മുടെ മുരിങ്ങയില. ഇപ്പോൾ കണ്ടോ, നമ്മൾ ഇട്ടതിനേക്കാളും പകുതി ഉള്ളൂ. ഇനി അതൊന്നും കൂടെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ പകുതി പോലും ഉണ്ടാകത്തില്ല. ഇപ്പോൾ ഇവിടെ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ അതിൻ്റെ നടുക്കൊരു സ്പേസ് ഉണ്ടാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തായിരുന്നു. അതിന് ശേഷം ഇവിടെ 2 മുട്ടയാണ് ഇടുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മുട്ട ഇടാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടണ്ട. അപ്പോൾ ഇവിടെ ഞാൻ മുരിങ്ങയില മുട്ടത്തോരൻ ഉണ്ടാക്കുന്നത് കൊണ്ട് 2 മുട്ട ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രം. ഇപ്പോൾ ഇവിടെ ഈ മുട്ട ജസ്റ്റ് ഒന്ന് ആയിക്കഴിഞ്ഞതിന് ശേഷം നമ്മളത് ജസ്റ്റ് ഒന്ന് ചിക്കി എടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതല്ല, ആദ്യം നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തില്ലായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ മുട്ട ഇട്ട് കൊടുത്തിട്ട് ചിക്കി പൊരിച്ചാലും പ്രശ്നമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതിങ്ങനെ ചെയ്തതേ ഉള്ളൂ. പക്ഷേ നമ്മൾ മുട്ട നന്നായിട്ട് വെന്തോന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കൺവീനിയൻ്റ് അനുസരിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുക കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മളതെല്ലാം കൂടെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് കുറച്ച് നേരം കൂടെ വേവിക്കുകയാണ്. ഇവിടെ നമ്മൾ ഉപ്പിട്ട് കൊടുത്തില്ലായിരുന്നു. അപ്പോൾ ഈ സമയത്ത് പാകത്തിന് ഉപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്നും കൂടെ നമ്മളൊന്ന് ഒതുക്കി വെച്ചിട്ട് നമ്മൾ ഒന്ന് മൂടി വെച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ ഞാൻ വേവിക്കുന്നത്. കണ്ടോ, അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് നേരം ജസ്റ്റ് ഒന്ന് മൂടി വെച്ചുള്ളൂ, അധികം നേരമൊന്നും എടുത്തില്ല. കണ്ടോ, അപ്പോൾ ഇവിടെ നമ്മുടെ മുരിങ്ങയില മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ്. പ്രത്യേകിച്ച് ചീരത്തോരനൊക്കെ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ അവർക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഗായ്സ്.